മലയാള ഭാഷാ ബില്ലിനെതിരെ ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. ഭാഷാ ന്യൂനപക്ഷമുള്ള കാസർഗോട്ടെ സ്കൂളുകളെ ഒഴിവാക്കണമെന്നും മലയാളം അടിച്ചേൽപ്പിക്കരുതെന്നുമാണ് ആവശ്യം. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഈ പ്രശ്നത്തിൽ ജില്ലയിലെ എം.എൽ.എമാർ ഇടപെട്ടില്ല എന്നും പ്രതികരണമുണ്ട്. മലയാള ഭാഷാ ബില്ല് നിയമസഭയിൽ പാസ്സായതിന് തൊട്ടു പിന്നാലെ തന്നെ കാസർഗോഡ് ജില്ലയിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഒരു മേഖലയാണ് കാസർഗോഡ്. ഇവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം വലിയ ആശങ്കയിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് ജില്ലയിലെ ബി.ജെ.പി. നേതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയൊരു ആശങ്കയാണ് നിലനിൽക്കുന്നതല്ലേ? സ്വാഭാവികമായിട്ടും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്കയാണ്. വർഷങ്ങളോളം അവർ അവഗണിക്കപ്പെട്ടതുകൊണ്ട് അവർ കാസർഗോഡ് ജില്ല തന്നെ, കേരളം തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഈ നിയമത്തിൽ ഇപ്പോൾ ഉള്ള ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടും, മലയാളം പഠിക്കേണ്ടി വരും എന്നുള്ള ഒരു വ്യക്തത കുറവുണ്ട് ആ 6ാം വകുപ്പിൽ. കാരണം മലയാളത്തെക്കുറിച്ചിട്ടാണെന്ന് പറയുന്നത്, എക്സംഷനെ കുറിച്ച് പറയുന്നില്ല. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാം എന്നുള്ള ഒരു എക്സംഷൻ അതിൽ പറയാത്തത് കൊണ്ട് വലിയ ആശങ്കയാണ്. ആ ആശങ്ക ന്യായമാണ് എന്നാണ് ബി.ജെ.പി. മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബി.ജെ.പി. ഇതിൽ പ്രത്യക്ഷമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വരുന്നത് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യാണ്. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായി മാറി. പക്ഷേ ആ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എം.എൽ.എ പോലും അപകടകരമായ ഒരു മൗനം പാലിച്ചു എന്നതാണ് അല്ലേ ബി.ജെ.പിയുടെ ആരോപണം? അതന്നെ. പിന്നെ നടന്ന ബില്ല് പാസ്സാന സന്ദർഭത്തിലും പോലും ഇവിടുത്തെ മഞ്ചേശ്വരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിൻ്റെ എം.എൽ.എക്ക് പക്ഷേ അവിടെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൻസിൽ മെയിനാണ്, മഞ്ചേശ്വരം കോൺസ്റ്റിറ്റ്യൻസിലാണ് നമുക്ക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഇതുള്ളത്. അപ്പോൾ അവിടുത്തെ എം.എൽ.എ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വോയിസ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ എം.എൽ.എ ഉണ്ടായിട്ടില്ല. തൊട്ടടുത്തുള്ള കർണാടക CM ആണ് ഇതിൻ്റെ വിഷയം അവർ പറഞ്ഞത്. പക്ഷേ എന്നാലും ഈ കാലകാലമായിട്ട് ബി.ജെ.പി. ആണ് കന്നഡ, പിന്നെ അതേപോലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, പിന്നെ അതേ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും. അതല്ലാണ്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ബോർഡ് വിഷയങ്ങളാവട്ടെ, SIR ഫോമിൻ്റെ വിഷയങ്ങളാവട്ടെ, എല്ലാവും നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ റിക്വസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവിടുത്തെ MLA-മാർ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചിട്ടുള്ളതെന്ന് പറയണം. ഗുരുതരമായ ആരോപണങ്ങളടക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. എന്തായാലും അവരുടെ നിലപാട് കൃത്യമാണ്. അവരാരും ബില്ലിന് എതിരല്ല. പക്ഷേ അതിലുള്ള ആശയക്കുഴപ്പങ്ങൾ മാറ്റി നിർത്തി എല്ലാവരെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരണമെന്ന് തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.